ഹലോ ഗായ്സ്, വെൽക്കം ടു ഏറ്റവും പ്രദേശ് ഹോം. അപ്പോൾ ദേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇച്ചിരി ഉള്ളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളൊന്നും എടുത്തിട്ടില്ല, കാരണം അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസികളുടെ കൂത്ത്, അല്ലാതെ അവരുടേതായ ഒരു ഉത്സവത്തിൻ്റെ ഒരു ചെറിയ ചെറിയ പോർഷൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ആർട്ടിലാണ് കേട്ടോ അത് നടക്കുന്നത്. അവിടെയുള്ളൊരു കല്ലുണ്ട്, ആ കല്ലാണ് അവരുടെ പ്രതിഷ്ഠ, അതായത് ദേവിയോ ദേവനെന്തോ കുടിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഈ ഏപ്രിൽ മാസം, അത് മേടമാസം എല്ലാ വർഷവും അവർ വന്നിട്ട് ഇതിങ്ങനെ ആചരിക്കാറുണ്ട്. അപ്പോൾ രാത്രി വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങിയ പുലർച്ചെ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണി വരെയൊക്കെ കാണും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തുടക്കത്തിലുള്ള ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ഡാൻസ് പാട്ട്, അവരുടേതായ പാട്ടുകളും അവരുടേതായ നൃത്തശൈലികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മൊത്തത്തിലെങ്ങാണ്ട് ഇടുക്കിയിൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള 7 8 എന്താ പറയുക ഊരിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഊരിൽ നിന്ന് 2 പേര് വീതം വന്ന് ആദ്യം ഇവരുടെ പാട്ടിനും അവരുടേതായ ഇതിന് നൃത്തം വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അവരിത് ആഘോഷിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇടയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവർ നമ്മളിവിടെ വന്നിട്ട് നോട്ടീസ് ഇട്ടിട്ട് പോവും. പിന്നെ നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ റോട്ടിൽ കാണുവാണെങ്കിൽ അവർ വണ്ടി നിർത്തിയിട്ട് നമ്മളോട് വരണം, വൈകുന്നേരം വന്ന് കാണണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്ന, നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ പിന്നെ ചേട്ടായുടെ കൂട്ടുകാരെ കൂടെ ഒന്ന് വേഗം പോയേക്കാമെന്ന് പറഞ്ഞിട്ട് ഇടിപിടിയെന്ന് പറഞ്ഞ് പോയി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ ഈ കല്ലാണ് കേട്ടോ അവരുടെ പ്രതിഷ്ഠ. പിന്നെ ഇടുക്കിയിൽ ഉള്ള ആദിവാസികളുടെ ഒരേ ഒരു രാജാവായ കോഴിമല മന്നൻ, അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു വരുമെന്നുള്ളതല്ലേ, ഞാനിവിടെ ഒന്ന് പോകാൻ ശ്രമിച്ചേനായിരുന്നു. പക്ഷേ രാത്രിയാണ്, പിന്നെ കല്ലൊക്കെ ചാടി വേണം നമ്മൾ പോകാനായിട്ട്, അതുകൊണ്ട് നമ്മൾ പോയില്ല കേട്ടോ. അതേ ഈ നിൽക്കുന്ന ആ വെള്ള ഷർട്ട് ഇട്ടിട്ടുള്ള അദ്ദേഹമാണ് കേട്ടോ അവരുടെ രാജാവ്. അപ്പോൾ ഇവരുടെ ആദിവാസി ഏത് ഊരിൽ എന്ത് പ്രോഗ്രാം നടന്നാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വേണം. അദ്ദേഹമാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതാണ് ആ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ 2 അനുയായികളാണ് ഈ രാജാവിൻ്റെ മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ആളും എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പം അവരുടെ ഊരിലുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മളെ കൈ കൊടുത്ത് നമ്മളെ ക്ഷണിച്ച് നമ്മളോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വർത്തനൊക്കെ നമ്മളോട് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ മുതലാണ് ഇവരുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഫുൾ നേരം വെളുക്കുന്നത് വരെ അവരുടേതായ ഭാഷയിലുള്ള പാട്ടും നൃത്തങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ.
അപ്പോൾ ദേ ഇവിടെയാണ് കേട്ടോ അവരുടെ ആഘോഷങ്ങളൊക്കെ നടന്നത്. നമ്മുടെ അവിടെ ടെറസിൽ നിന്നാലും അടുക്കളയിൽ നിന്നാലൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിനിടയ്ക്ക് പൊട്ട് പോലെ കാണുന്നൊക്കെ അവരാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്ക് കുറേ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഉച്ച വരെ അവിടെ ഇവിടെ കാണും. ഇപ്പോൾ അലക്കും കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് അവരോടൊന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.